ഹായ് ഫ്രണ്ട്സ്, റെസിപ്പീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് വളരെ ഈസി ആയിട്ടും എന്നാലും നല്ല ഹെൽത്തി ആയിട്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു മയോണൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത് പുഴുങ്ങിയെടുത്തിട്ടുള്ള കോഴിമുട്ട വെച്ചിട്ടാണ്. വളരെ സിമ്പിളാണ്, എന്നാൽ ഒന്ന് വെറൈറ്റിയും കൂടിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയ ശേഷം ഫീഡ്ബാക്കും കൂടെ എന്നെ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനോടെ മറക്കരുത് കേട്ടോ. അതുപോലെ ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം. നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 3 കോഴിമുട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമുക്ക് എത്രത്തോളം ക്വാണ്ടിറ്റി വേണം അതിനനുസരിച്ചിട്ടാണ് വേണ്ടത്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പുഴുങ്ങിയെടുത്തിട്ട് വരാം. അപ്പോൾ അതാ ഞാൻ ഇത് പുഴുങ്ങിയെടുത്ത് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് എടുത്തിട്ടുണ്ട്. എനിക്ക് കുറച്ച് അധികം ക്വാണ്ടിറ്റി വേണ്ടതുകൊണ്ടാട്ടോ ഞാൻ ഇവിടെ 3 കോഴിമുട്ട എടുത്തിട്ടുള്ളത്. ഇനി കുറഞ്ഞ അളവിലൊക്കെ വേണമെന്ന് വെച്ചാൽ ഒരു കോഴിമുട്ട വെച്ചിട്ടും ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി നമ്മൾ മിക്സിയുടെ ജാർ എടുക്കുക കേട്ടോ. ഞാനിവിടെ മിക്സിയുടെ ചെറിയ ജാറുണ്ടല്ലോ, അതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് ഈ കോഴിമുട്ടയുടെ പകുതി ആക്കിയിട്ട് അങ്ങ് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ ഒരു മഞ്ഞക്കരു എടുക്കുന്നുണ്ട്, വൈറ്റ് മാത്രം. ഇനിയിപ്പോൾ ആ ഒരു മഞ്ഞയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്ത ആളുകളാണെന്ന് വെച്ചാൽ അത് ഒഴിവാക്കിയിട്ടും ചെയ്തെടുക്കുക കേട്ടോ. പക്ഷേ ഇതും കൂടി വെച്ച് ചെയ്തെടുക്കുമ്പോഴാണ് നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ട് വരുന്നത്. അപ്പം ഞാൻ ആ ഒരു മഞ്ഞയും കൂടി വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. ഇനി അതിലേക്ക് ഞാൻ 4 വെളുത്തുള്ളിയുടെ അല്ലി കേട്ടോ, അത്യാവശ്യം വലുപ്പമുള്ള 4 എണ്ണമാണ് എടുത്തിട്ടുള്ളത്, അതങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂണോളം വിനേഗർ ആട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. 1 ടീസ്പൂൺ എടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണിൻ്റെ മുകളിൽ കണ്ടിട്ട് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓപ്ഷണലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ളൊരു ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂണോളം ഒലീവ് ഓയിലാട്ടോ എടുത്തിട്ടുള്ളത്. നമുക്ക് ഒന്നുകൂടി ഹെൽത്തി ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഒലീവ് ഓയിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഒലീവ് ഓയിൽ കയ്യിലില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്താലും മതി. ഇനി അതിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂണോളം പാലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്കൊന്ന് ലൂസായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി പാലില്ലാന്നുണ്ടെങ്കിൽ പച്ചവെള്ളം ഒഴിച്ചു കൊടുത്താലും മതി. ഇനി നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അതായത് ഇതുപോലെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് തിക്കായിട്ട് തന്നെയാണ് നമുക്ക് കിട്ടുക. ഈ ഒരു തിക്നെസ്സിലാട്ടോ നമ്മളിതൊന്ന് അടിച്ചെടുക്കേണ്ടത്. ഇനി ലൂസാക്കിയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ പാൽ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. പക്ഷേ എനിക്ക് ഈ ഒരു തിക്കിലാണ് വേണ്ടത്, അതുകൊണ്ട് ഞാൻ ഇതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുള്ളത്. ഇനി പച്ച മുട്ട വെച്ചിട്ടൊന്ന് ചെയ്തെടുക്കണ്ട കേട്ടോ. കുട്ടികൾക്ക് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി, അവർക്ക് ഒത്തിരി ഇഷ്ടമാവും. ഇനി മയോണൈസ് വേണമെന്ന് പറയുമ്പോഴൊക്കെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് നമുക്കൊരു ബൗളിലേക്ക് ഇനി മാറ്റിയിട്ട് അങ്ങ് എടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിലും ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയിൽ തൊട്ട് താഴെ കാണുന്ന ഒരു സബ്സ്ക്രൈബ് ബട്ടണും അതിന് തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ വരും കേട്ടോ. അതിൽ ഓൾ ഓപ്ഷനും കൂടെ ഒന്ന് സെലക്ട് ചെയ്താൽ മാത്രമേ ഞാൻ ഇതുപോലുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സായിട്ടൊക്കെ ഷെയർ ചെയ്യാനും ഫീഡ്ബാക്ക് കമൻറ്റ് അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള മയോണൈസ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്, താങ്ക് യു, അസ്സലാമു അലൈക്കും.